ഈയുടെ ഹസ്ബൻഡ് എങ്ങനെയാ? ഭക്ഷണപ്രിയനാണോ, യാത്രാപ്രേമിയാണോ? എന്താണ് ആൾക്ക് ഇഷ്ടം? ഭക്ഷണവും യാത്രയൊക്കെ ഇഷ്ടമുള്ളതാണ്. സിനിമ കാണാൻ ഇഷ്ടമാണ്. ഇറങ്ങുന്ന സിനിമ ആദ്യം കാണണം അങ്ങനത്തെ ആഗ്രഹമുള്ള അങ്ങനെയൊന്നുമില്ല. പുള്ളിക്ക് തമാശ പടങ്ങൾ ഇഷ്ടമാണ്. പിന്നെ ഈ സ്പൈഡർമാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. സ്പൈഡർമാൻ, ബാറ്റ്മാൻ, മറ്റേ അവഞ്ചേഴ്സ്, അതൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ആള്. ഗെയിം ഭയങ്കര ഇഷ്ടമാണ്. ഗെയിംസ് കളിക്കാൻ ഇഷ്ടമാണ്. അങ്ങനത്തെ കുറെ ഇഷ്ടങ്ങളാണ്. വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. പെർഫ്യൂംസ് ഇഷ്ടമാണ്. പക്ഷെ എന്താ കൊണ്ടുവരാത്തത്? നമ്മളെ എപ്പിസോഡിൽ ഓരോ ദിവസവും വരും എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും എന്നോട് ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുമ്പോഴേ ചോദിക്കുന്നുണ്ട്, വരുമോ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാലേക്ക് ആകുമ്പോഴത്തേക്കും ഫിനാലേക്ക് കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷെ ആളുടെ കുറച്ച് ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ചുമ്മാ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ. ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട നിറം ഏതാണ്? പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോ, അതായത് എന്തെങ്കിലും ഒരു കല്യാണ പരിപാടിയോ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോ യൂഷ്വലി പുള്ളിക്കാരൻ വൈറ്റ് പ്രിഫർ ചെയ്യുന്നു. പിന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട, അതായത് ഏത് സമയത്തും കൊടുത്താലും മടുക്കില്ലാത്ത അങ്ങനെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? ബർഗർ ഭയങ്കര ഇഷ്ടമാണ്. അത് ശരി, നല്ല ബർഗറിന്റെ ഫാനാണ്. ഇനി പുള്ളി ഇങ്ങനെ ഒരുപാട് യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആളെന്ന് പറയല്ലോ. അപ്പൊ ഡ്രൈവ് ചെയ്യുമ്പോ അല്ലെങ്കിൽ വെറുതെ എപ്പോഴെങ്കിലും ഒക്കെ രാത്രിയൊക്കെ കേൾക്കുന്ന സ്ഥിരം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്ന് പറഞ്ഞ ഏതെങ്കിലും പാട്ട് പറഞ്ഞിട്ടുണ്ടോ മിയയുടെ അടുത്ത്? എമിനം, കോൾഡ് പ്ലേ, അങ്ങനെയൊക്കെയുള്ള ടൈലർ സ്വിഫ്റ്റ് അത്ര അധികം കേൾക്കാറില്ല. അങ്ങനെ കുറച്ച് ബാൻഡുകളാണ് കേൾക്കുന്നത്. എന്നാൽ മലയാളത്തിൽ ഏതെങ്കിലും ഉണ്ടോ? മലയാളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്ക് തമാശ സിനിമകളാണ് ഭയങ്കര ഇഷ്ടം. അതെ, അപ്പൊ തമാശ പാട്ടുകളാണ്. തമാശ പാട്ടുകൾ നല്ല ഓളമുള്ള പാട്ടുകൾ. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇലുമിനാറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ കൊച്ചിനും ഇലുമിനാറ്റി പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അവൻ ആ പാട്ട് ഇങ്ങനെ തുടക്കം വരുമ്പോഴത്തേക്ക് അവനിങ്ങനെയാണ് ഇങ്ങനെ ഇതാണ് അവന്റെ സ്റ്റെപ്പ്. എന്റെ കൊച്ചിന്റെ എപ്പോഴുള്ള ഡാൻസ് സ്റ്റെപ്പ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. അല്ല ഇതൊന്നും ഇല്ല, ചുമ്മാ ഇടയ്ക്ക് കൈ കാണിക്കാനും സിഗ്നേച്ചർ സ്റ്റെപ്പ് എപ്പോഴും ഇങ്ങനെയാണ്. ഇലുമിനാറ്റി വരുമ്പോഴേ ഇങ്ങനെ ആടാൻ തുടങ്ങും. അതെ, അപ്പൊ ഇലുമിനാറ്റി നമുക്ക് ഫിക്സ് ചെയ്യാം. അച്ഛനും മോനും ആ പാട്ടാണ് ഇഷ്ടം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമുക്ക് എന്തിനാണ് ഫൈനൽ വരെ വെയിറ്റ് ചെയ്യുന്നത്? കയ്യിൽ ഫോൺ ഇരിക്കല്ലേ, നമുക്കൊന്ന് വിളിച്ചു ചോദിക്കാലോ. അയ്യോ, അത് മതി ആക്ച്വലി. അല്ല, വിളിച്ചേ കിട്ടുമോ എനിക്ക് അറിയത്തില്ല. ഇന്ന് എന്തോ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ 2-3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും അത്യാവശ്യമാണ്. ഇവിടെ മിയനെ ആരെങ്കിലും മാനസികമായി പീഡിപ്പിച്ചു എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഇത് ചെയ്യും, എടുക്കും. മിയയുടെ ഫോൺ ഒന്ന് എടുത്തോ വേഗം. ഒരു പ്രാവശ്യം വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് 2-3 പ്രാവശ്യം ഒരുമിച്ച് വിളിക്കാം. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും അർജന്റ് ആണെന്ന് വെച്ചാൽ എടുക്കും. ദൈവമേ. ഹലോ ഹലോ ഹലോ, കേക്കാവോ? ഓക്കെ. ഞാനിവിടെ സ്വാസികയുടെ കയ്യിൽ ഫോൺ കൊടുക്കാം, എന്തോ ചോദിക്കാനുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം സ്വാസിക. തിരക്കിലാണെന്ന് അറിയാം. പെട്ടെന്ന് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ, അത്രേ ഉള്ളൂ. ചെറിയൊരു സർപ്രൈസ് മിയയ്ക്ക് കൊടുക്കാൻ. പറഞ്ഞോ. എനിക്ക് ഒരു മിനിറ്റ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോ. ഓക്കെ. അപ്പൊ ഞാൻ മിയയോട് കുറച്ച് ചോദ്യം ചോദിച്ചു. അതായത് അശ്വിൻ അല്ലേ, അശ്വിന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോ എന്റെ അടുത്ത് കുറച്ച് ഉത്തരങ്ങൾ പറഞ്ഞു. അത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ടാണേ. ശരി, അപ്പൊ ഞാൻ ചോദിച്ചു ഇഷ്ടപ്പെട്ട നിറം എന്താണ് താങ്കൾക്ക് ചോദിച്ചു. എന്താണ് ഇഷ്ടപ്പെട്ട നിറം? എനിക്ക് എപ്പോഴും വൈറ്റ് പ്രിഫറൻസ് ഉണ്ട്, പിന്നെ ബ്ലൂവും പ്രിഫറൻസ് ഉണ്ട്. വൈറ്റും ബ്ലൂ ആണ് ഉള്ളത്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബ്ലൂ അല്ലേ? എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്. ബ്ലൂ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ, ശരി. ഇനി താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഏതായിരിക്കും? ഫാസ്റ്റ് ഫുഡ് ആണ്. അതിനകത്ത് കിട്ടാവുന്ന സാധനങ്ങളൊക്കെ കഴിക്കും. പിസ്സ, ബർഗർ, സാൻഡ്വിച്ച്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആകുമ്പോ കാര്യങ്ങൾ പെട്ടെന്ന് തീരും. എന്നാലും ഒരെണ്ണം പറയുകയാണെങ്കിൽ പിസ്സ അല്ലേ? പിസ്സ നല്ലതാണ്. ഇതൊന്നും അല്ല അവിടെ പറഞ്ഞത്. അല്ല, ഇവിടെ വേറെ കുറെ ചതികളാണ് നടക്കുന്നത്. താങ്കളുടെ ഇഷ്ടം അറിയില്ല. ഇനി ഇഷ്ടപ്പെട്ട പാട്ട് അതേതാണ്? പാട്ട് എന്തായാലും എന്റെ വൈഫ് പറഞ്ഞ എല്ലാം തെറ്റിപ്പോയി കാണും. എനിക്ക് നല്ലപോലെ ഇഷ്ടമെന്ന് വെച്ചാൽ നല്ല കംഫർട്ടബിളി നമ്പ് എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. കംഫർട്ടബിളി നമ്പ്, ആ പേര് പറഞ്ഞില്ല. ഇവിടെ വേറെ ഏതൊക്കെയോ പേര് പറഞ്ഞു, പക്ഷെ കംഫർട്ടബിളി നമ്പ് എന്നുള്ള പേര് ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ മലയാളത്തിൽ ഞാൻ ചോദിച്ചു, അപ്പൊ റീസെന്റ് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സോങ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് ഏത് പാട്ടാ, അത് അങ്ങനെ എന്തെങ്കിലും പാട്ടുണ്ടോ റീസെന്റ് മലയാളം മൂവീസിൽ ഇഷ്ടം? റീസെന്റ് മലയാളം മൂവീസ് അത്യാവശ്യം
ഇലുമിനാറ്റി ഇഷ്ടമാണ്. ഇലുമിനാറ്റി ഇഷ്ടമാണ്. അതെ. ഓക്കെ, അത് മാത്രമാണ് ശരിയായത്. അപ്പൊ സഹോദര, താങ്കളുടെ ഇഷ്ടങ്ങൾ ഒന്നും ആള് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. 4 വർഷമായി കല്യാണം കഴിച്ചിട്ട്. പക്ഷെ ഇതുവരെ ഭക്ഷണം, പറഞ്ഞു ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മിയ പറഞ്ഞത് എന്താണ്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ബർഗർ ലവർ ആണെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ബർഗർ ലവർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുക എന്താന്ന് ചോദിക്കുക എന്താ. അല്ല, ആക്ച്വലി ഭയങ്കര ബർഗർ അല്ലേ ഇഷ്ടമാണെന്ന് പറയുന്നത്. അതിനകത്ത് എല്ലാം വരുമല്ലോ. അതിനകത്ത് എല്ലാം വരും. പക്ഷെ ഹലോ, അല്ല, നമ്മൾ ഫിനാലേക്ക് വരുമെന്നല്ലേ പറഞ്ഞു? അതെ അതെ അതെ, ഫിനാലിലേക്ക് വരുമെന്നാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്തോ ചരടുവലി നടത്തിയില്ലേ? ഇതാണ് ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കൊളിച്ച് പിന്നെ ഞാൻ അശ്വിനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നു ഇതിനെ കുറിച്ചിട്ട്. ഓഹോ. പക്ഷെ എന്നാലും മിയയുടെ ഇഷ്ടങ്ങൾ അത് ചോദിക്കട്ടെ, ബർഗറല്ലേ കൂടുതൽ ഇഷ്ടം? പിസ്സയും ബർഗർ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെ. ഇതേതാണ് ഈ മറ്റേ എന്താണ് കംഫർട്ടബിളി എന്താ പറഞ്ഞത്? പിങ്ക് ഫ്ലോയിഡ് ബാൻഡ്. പിങ്ക് ഫ്ലോയിഡ്. ഞാൻ പറഞ്ഞു, ഞാൻ ബാൻഡുകളാണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പേര് പറഞ്ഞില്ല. പക്ഷെ റെക്കിംഗ് ബോൾ അല്ലേ? ഇല്ല, റെക്കിംഗ് ബോളൊക്കെ എന്തായാലും എന്താ പറയാ, നിങ്ങളുടെ വഴക്ക് ഇനി എന്തെങ്കിലും കൂടാനുണ്ടെങ്കിൽ അത് വീട്ടിൽ പോയിട്ട് മതി. ഇവിടെ ഇപ്പൊ നമ്മൾ എന്തായാലും സൂപ്പർ ഫാമിലി എന്നാണ് ഈ പരിപാടിയുടെ പേര്. അപ്പൊ നിങ്ങൾ അടി ഉണ്ടാക്കരുതെന്ന്. നിങ്ങൾ സൂപ്പർ ഫാമിലി ആയിട്ട് തന്നെ മാതൃകയായിട്ട് എന്നെ ഇതിങ്ങനെ കൊണ്ടുപോകണം. നല്ലൊരു പാട്ട് അശ്വിന് വേണ്ടിട്ട് ഇപ്പൊ, അപ്പുവിന് വേണ്ടിട്ട് ഇപ്പൊ പാടണം. അയ്യോ, ചെറിയൊരു ഇങ്ങനെ ഒരു മൂവ്മെന്റ് അശ്വിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു ഇങ്ങനെയൊക്കെ ഞങ്ങൾ കറങ്ങി കറങ്ങി. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ. ദൂരതീരങ്ങളും മോഹതാരങ്ങളും സാക്ഷികൾ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഒയ്യോ.